കാരണം അന്നേരം കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവും. മുഖ്യമന്ത്രി ആയാൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടാവും? പിന്നെ മുഖ്യമന്ത്രിയായ നമ്മളെ രക്ഷപ്പെട്ടില്ലേ? കേരളം രക്ഷപ്പെട്ടു. പിന്നെ കാരണം ഇപ്പം രണ്ട് വലതും ഇടതും പതിച്ച് കേരളം മുടിച്ചു വെച്ചിരിക്കുകയല്ലേ. അതിൽ പറയാണ്ട് കൈവിട്ട് പോയാലോ, ക്ഷേത്രങ്ങളെല്ലാം കൈവിട്ട് പോയതെല്ലാം കഴിഞ്ഞു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി ആയാൽ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം? ഇപ്പോൾ 2 പ്രാവശ്യം മാറിയുമ്പോൾ പറഞ്ഞു മറ്റേ പാർട്ടിക്കാർ പഠിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പം ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. എന്നെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ളവർ നല്ല വികസനം വരും. ചന്ദ്രശേഖറിന്റെ വിജയ സാധ്യത സാധ്യത 100% ഉണ്ട്, 99% ഉണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ കേരളത്തിൽ മാറ്റം ഉണ്ടാവും തോന്നുന്നു. നമസ്കാരം. നേമത്തിലെ ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രയാണത്തിനിടയിൽ അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ചില ചോദ്യങ്ങളുമായി ഇന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇത് വേറെ ഒന്നുമല്ല, ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നേമത്തെ സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ മുഖ്യമന്ത്രിയായാൽ എന്ത് മാറ്റം കേരളത്തിനുണ്ടാകും? ആ കാര്യത്തെക്കുറിച്ച് നേമത്തിലെ വോട്ടർമാരോട് ചോദിച്ചു മനസ്സിലാക്കാം. വരൂ ചേട്ടാ, ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. നേമത്തെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ എങ്ങനെയിരിക്കും? ഇപ്പോൾ ആര് മുഖ്യമന്ത്രി ആയാലും നമുക്കൊരു നേട്ടമില്ല. നമ്മൾ ജോലി ചെയ്തതല്ല നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. ഏത് പാർട്ടിയിലുള്ള ആര് വന്നാലും ശരി തന്നെ നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് കഴിയാം. എന്നാലും നേമത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരാശയം, ഒരുപാട് വികസന കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നാൽ എന്തെങ്കിലും മാറ്റം കേരളത്തിലുണ്ടാവും തോന്നുന്നുണ്ടോ? അത് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ 2 പ്രാവശ്യം മാറിയുമ്പോൾ പറഞ്ഞു മറ്റേ പാർട്ടിക്കാർ പഠിച്ചോണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പം ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. സാധ്യതയുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിന് എന്താ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയായാൽ? എന്നെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ളവർ എന്തുകൊണ്ടാ ഇവിടുത്തെ റെയിൽവേ വികസനവും ഇപ്പം എത്ര വർഷമായി എല്ലാം ഇട്ടിട്ട് കഴിഞ്ഞ് പോകുന്നത്. അത് എന്തായാലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ക്ലിയറാക്കും. പിന്നെ 2 പാർട്ടി ഭരിച്ചതല്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഈ സംസ്ഥാന അധ്യക്ഷൻ രീതിയിൽ വികസിത കേരളം എന്ന ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതുപോലെ തന്നെ നേമത്തെ സ്ഥാനാർത്ഥിയായി വന്ന ശേഷം നേമത്ത് വികസിത നിയമം എന്നൊരു ആശയം കൂടെ വയ്ക്കുന്നുണ്ട്. ഈ വികസിത കേരളം എന്ന ആശയം സാധ്യമാകാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നാൽ സാധിക്കും തോന്നുന്നു. നടക്കും. അപ്പോൾ കേരളത്തിലെ നല്ല മുഖ്യമന്ത്രിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി നേമത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ വന്നാൽ എന്തായിരിക്കും? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഒരു മാറ്റം വരില്ല. ഇത്രയും വർഷം ഇവർ കൗൺസിലറായിട്ട് ഇരുന്നിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അത് ഇവർ വന്നാൽ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ LDF വന്നതിന് എല്ലാം നടക്കുകയും ചെയ്യും. അവർ വന്നാൽ ഇവിടെ പട്ടിണി കിടന്ന് ചാവേ ഉള്ളൂ. ആര് വന്നാലും BJP വന്നു. അല്ല, അപ്പം 3ാമത് പിണറായി സർക്കാർ വരുന്നതാണോ? 3ാമതല്ല, ഫസ്റ്റിലേ വരും. ഇപ്രാവശ്യം മുഖ്യമന്ത്രി അവരായിരിക്കും. ആരായിരിക്കും? LDFിൻ്റെ ഭരണം വരും. ഇപ്പം ഒരുപാട് വികസനങ്ങളാണ്, ഒരുപാട് വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് നൽകുന്നത്. അപ്പം കോൺഗ്രസ് അത് ഒരിക്കലും നടക്കാതെ. അവർക്ക് ഒരിടത്തും ഇപ്പോൾ ഭരണങ്ങളില്ല. എങ്ങനെ അവർ ചെയ്യും? ഒരിടത്തും കേരളത്തിലും ഇല്ല, ഇപ്പോൾ കേന്ദ്രത്തിലും ഇല്ല. പിന്നെ അവരെന്തിനു ചെയ്യും? അപ്പം ഇപ്പം ശരിക്കും മുഖ്യമന്ത്രിയായിട്ട് ആരാണ് വരണമെന്ന് ചേട്ടൻ? LDF വരും, അത് ഉറപ്പാണ്. പിന്നെ മുഖ്യമന്ത്രിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? മാറ്റം ഉണ്ടാകും, നമുക്കൊരു വിശ്വാസം. അല്ലാതെ ഇത്തവണ നേമത്ത് രാജീവ് ചന്ദ്രശേഖറിന് വിജയസാധ്യത ഉണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയായാൽ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ വെച്ചാൽ അങ്ങനെ ഒരു വികസനത്തിൻ്റെ ഒരു ഇതുകൊണ്ട്. കാര്യം അങ്ങനെ പുതിയ IT ഫീൽഡൊക്കെ അങ്ങനെ നല്ല ഇതുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നു. അല്ലാതെ അപ്പോൾ ആ ഒരു തോന്നലുണ്ട്. മുഖ്യമന്ത്രിയായിട്ട് നിയമമണ്ഡലത്തിൽ മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ മാറ്റം ഉണ്ടാവുമെന്നാണ് കേട്ടത്. യഥാർത്ഥം പറഞ്ഞാൽ എന്താ മാറ്റം ഉണ്ടാവും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇപ്പം രണ്ട് വലതും ഇടതും പതിച്ച് കേരളം മുടിച്ചു വെച്ചിരിക്കുകയല്ലേ. അതിൽ പറയാണ്ട് കൈവിട്ട് പോയാലോ, ക്ഷേത്രങ്ങളെല്ലാം കൈവിട്ട് പോയതെല്ലാം കഴിഞ്ഞു. ഇത് മാറ്റം വരണമല്ലോ. അത് BJP ഭരണം തന്നെ കേരളത്തിൽ വരണം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നാൽ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. എന്ത് പ്രതീക്ഷയാണ് അതുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാര്യം? ഇപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കൈ കിട്ടിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നില്ലേ. തുടക്കം കേരളത്തിൽ കിട്ടിയ ആദ്യത്തെ കോർപ്പറേഷൻ ആണല്ലോ തിരുവനന്തപുരം. അതെ, ആ കിട്ടിയതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഉദ്ദേശം ആ ചെറിയ തന്നെ വലുതിലേക്ക് പോകുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ആ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ BJPയുടെ ആ മികവ് ആണ് കേരളം ഭരിച്ചാലും മാറ്റം ഉണ്ടാവും തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം കേരളത്തിന് എന്തായാലും മാറ്റം ഉണ്ടാവും. കാരണം മറ്റേ രണ്ടും മുടിച്ചു വെച്ചിരിക്കുകയല്ലേ.
എല്ലാം ശബരിമല ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും തുലച്ച് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മാറ്റം ഉണ്ടാവും. BJP തന്നെ ഭരണത്തിൽ വരണം. അപ്പോൾ വികസിത നിയമം ഒന്ന് രാഷ്ട്രീയ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ആ നിയമത്തിനകത്ത് ഉണ്ടാകുന്ന ഒട്ടനവധി വിഷയങ്ങളെയും എടുത്തു കാണിക്കുകയും അതിനൊരു പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട് പലതരത്തിലുള്ളത്. അപ്പോൾ അതൊക്കെ ഈ രാജീവ് ചന്ദ്രശേഖർ MLA ആയാലും സാധ്യമാവുന്നത് സാധ്യമാകും. ഇപ്പം MLA അല്ലാതെ ഇതിനപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാക്കിയതില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി MLA ആയിക്കഴിഞ്ഞാൽ എന്തായാലും അത് സാധ്യം ഉണ്ടാവും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി രാജീവ് ചന്ദ്രശേഖർ വന്നാൽ എന്തായിരിക്കും? നല്ല വികസനം വരും. വോട്ടിടാറുണ്ടല്ലോ. അപ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ട് ഒരുപാട് മുഖ്യമന്ത്രിമാരെ നമ്മുടെ കേരളം ഭരിച്ചിട്ടുണ്ട്. ഇപ്പം നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ അറിയാമോ? അദ്ദേഹം മുഖ്യമന്ത്രിയായി എന്തായിരിക്കും സംഭവിക്കുക? അത് കുഴപ്പമില്ല, എനിക്ക് അങ്ങോട്ടേ ഉള്ളൂ. ഇതിനൊന്നും ഞാൻ ആരെയും ഉപയോഗിക്കാൻ പോകും, ആർക്കും കൊടുക്കില്ല. നല്ല മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴുള്ള ഈ അഴിമതി പോലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവാതെ ജനങ്ങൾക്ക് നല്ലത് കിട്ടുമെന്ന് തോന്നുന്നു. കിട്ടുമെന്ന് പറഞ്ഞു. പ്രതീക്ഷയുണ്ട്. പിന്നെ നമ്മുടെ നേമത്ത് മത്സരിക്കുന്ന BJP ഒരു വേറെ മാറ്റമൊന്നും. രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് ആലോചിക്കാം, BJP തന്നെ വരും. ഇവർക്ക് രണ്ടുപേർക്കും ഭൂരിപക്ഷം കാണൂല. രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയ സാധ്യത സത്യം 100% ഉണ്ട്, 99% മുഖ്യമന്ത്രി ആയാൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? പിന്നെ മുഖ്യമന്ത്രിയായ നമ്മളെ രക്ഷപ്പെട്ടില്ലേ, കേരളം രക്ഷപ്പെട്ടു. പിന്നെ നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ എന്തായിരിക്കും അഭിപ്രായം? അതെനിക്കറിയത്തില്ല. മുഖ്യമന്ത്രിയായ കേരളത്തിൽ അദ്ദേഹം പറയുന്ന കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ മാറ്റം ഉണ്ടോന്ന് തോന്നുന്നു. നല്ല ഭരണം ആര് കാഴ്ചവെക്കുന്ന അവർ മുഖ്യമന്ത്രിയാണ്. അതന്നെ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ആശയം വെച്ചിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ കേരളത്തിൽ മാറ്റം ഉണ്ടോന്ന് തോന്നുന്നു. മാറ്റം നല്ല കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഭരണം കാഴ്ചവെക്കുന്നവർക്ക് മുഖ്യമന്ത്രിയാവും. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? ഉണ്ടാവില്ല. നമ്മൾ പിണറായി വിജയ് ഇരിക്കുമ്പോൾ വേറെ ഇവരാരും വന്നാലും ശരിയാവില്ല. അപ്പൊ മൂന്നാമത് പിണറായി സർക്കാർ അധികാരത്തിൽ തീർച്ചയായിട്ടും അത് എന്തൊരു ഈ ഇപ്പോഴത്തെ വികസനത്തിൻ്റെ മാത്രം മതി. പാവപ്പെട്ടവർക്കുള്ള ഈ യൂണിയൻ്റെ ഇതിൽ പെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിലെല്ലാം നടക്കുകയില്ലേ. അതിന് പ്രത്യേകിച്ച് ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. നല്ല കാര്യമാണ് ഇപ്പോൾ ചെയ്യണ സർക്കാർ കംപ്ലീറ്റ് 10 വർഷം കൊണ്ട്. കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പായാലും കിറ്റും കാര്യങ്ങളും അതിൻ്റെ ആ കോവിഡ് സമയത്ത് എല്ലാം അറിയാം, നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷവും നല്ല രീതിയിൽ ഭരണം ഉണ്ടായിരുന്നു. ഇനിയും അതിനെ തുടർന്ന് ഇനിയും നല്ലൊരു 5 വർഷം നല്ല രീതിയിൽ ഭരണം വികസനവും എല്ലാം ഉണ്ടാകും. മൂന്നാമത് പിണറായി തന്നെ അധികാരത്തിൽ വരും, ഉറപ്പായിരിക്കും. ശിവൻകുട്ടി ഒരു മന്ത്രിയാണ്, MLA ആണ്, മന്ത്രിയായി. അപ്പൊ അദ്ദേഹത്തിന്റെ വികസനം ഉണ്ടാക്കും. അത് പിന്നെ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഇവിടുത്തെ ആശുപത്രി തന്നെ 30 കോടി രൂപ വരെ ഇതാണ് നടക്കുന്നത്. ബാക്കിൽ പോയി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മളാണ് അതിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. യൂണിയനായിട്ട് നല്ല വികസനങ്ങളാണ്, എത്രയോ പാലങ്ങളാണ് ചെയ്തില്ലേ. ഈ നല്ല അതും സഹവും 5 വർഷം നല്ല രീതിയിൽ ഒരു ഭരണം ഇവിടെ നടത്തി. അത് മുമ്പേയും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ നിയമമണ്ഡലത്തിൽ ഒരു കാര്യം ഉണ്ടെങ്കിലും സഖാവ് എത്തിയിരിക്കും. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? ഇദ്ദേഹത്തിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. മാറ്റമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. മാറാത്തത് മാറും, അതാണ് അദ്ദേഹം പറയുന്നത്. മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവണം. കാരണം അതിന് കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവും. ഈ ഭരണ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വിജയസാധ്യത 90% രാജീവ് ചന്ദ്രശേഖരനാണ് ജയിക്കാൻ സാധ്യതയാണ്. അവിടുത്തെ വർക്കുകൾ കാണുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഈ SDPIയുടെയും മറ്റു ചില കക്ഷികളുമായിട്ടുള്ള LDF ഒരു ജോയിന്റ് പറയുന്നുണ്ട്. എല്ലാ അവിടെ എപ്പോഴും ഇലക്ഷൻ വരുമ്പോഴും അവരെല്ലാം കൂടി ഒന്നാണ്. വോട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രഹസ്യമായിട്ട് വോട്ട് വാങ്ങും. അതിപ്പോൾ എല്ലാ വർഗീയ ശക്തികളുമായിട്ട് അവർക്ക് കൂട്ടുണ്ട്. അത് നമുക്ക് എല്ലാ ഈ ചാനൽ വഴിയും മറ്റുള്ള മാധ്യമ വഴിയും നമുക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ചോദ്യം, ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നാൽ മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് അതിന് കാണുന്ന അദ്ദേഹത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണ്? അദ്ദേഹം പിന്നെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറേ വികസനങ്ങളും കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ മാറാത്ത മാറും എന്നാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വികസന കാഴ്ചപ്പാടാണ്. യുവാക്കളെ കേന്ദ്രീകരിച്ച് കുറച്ച് യുവാക്കൾ ജോലി സാധ്യതയൊക്കെ ഉള്ള ഒരു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ ഈ നാട് വിട്ടു പോകുന്ന ജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെ ഇവിടേക്ക് തൊഴിൽ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. ടെക്നോക്രാറ്റാണ് അദ്ദേഹത്തിന്. അത് എല്ലാ യുവാക്കളും യുവതികളും ആവശ്യപ്പെടുന്നത് രാജീവ് ചന്ദ്രനെ പോലെയുള്ള ഒരു നല്ലൊരു വ്യക്തി വരണമെന്നുള്ളതാണ്.